വാഹനങ്ങളുടെ എല്ലാ മിനിയേച്ചറുകളും തൻ്റെ കൈവശം വെച്ച് സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. കഞ്ഞിക്കുഴി സ്വദേശിയാണ്. നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ പേര്? ബിനു ജേക്കബ്. ശേഖരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണെന്നല്ല ഓർമ്മയുണ്ടോ? ഇത് വർഷമാണെന്ന് ഓർക്കുന്നില്ല, പക്ഷെ 30 വർഷത്തോളം ആയി. കൊച്ചിലെ തൊട്ടുള്ള ഇഷ്ടം കൊണ്ടുള്ള കൊച്ചിലെ ചെറിയ മിനിയേച്ചർ വാഹനം മേടിക്കുമായിരുന്നു, ഓട്ടോയിൽ അങ്ങനത്തെ. പിന്നെ അത് കഴിഞ്ഞപ്പം 1:18 സ്കെയിലിലോട്ട് മാറി. കാറുണ്ട്, ട്രക്കുണ്ട്, ബസ്, പിന്നെ വാർ മെഷീൻ. ഇഷ്ടം തോന്നുന്നെല്ലാം അങ്ങ് പർച്ചേസ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ, എവിടെ നിന്നാണ് ഇത് കണ്ടെത്തി വാങ്ങുന്നത്? ഇത് കൂടുതലും പുറത്തുനിന്നാണ്, ഓൺലൈൻ മേടിക്കും. പിന്നെ പൂനെയിലുണ്ട് സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്നും പറഞ്ഞ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മുംബൈയിൽ ഓട്ടോമിനിയ എന്നും പറഞ്ഞത്. ഇത് വന്നിരിക്കുന്നത് 1929 മോഡലാണ്. അപ്പോൾ ഈ മോഡലൊക്കെ അന്വേഷിക്കാൻ ഒത്തിരി അലഞ്ഞു കാണുമല്ലോ. ഇത് അറിയാവുന്നവരൊക്കെ അയച്ചു തരും. പിന്നെ ഓരോ ഇതിൽ നോക്കും. ഈ ഓൺലൈൻ മിക്കവാറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് മറ്റൊരു കൗതുകം തോന്നുന്നു ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇതും ആകെ ലോകത്താകെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ ഒറിജിനല്. ഇതിൻ്റെ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. അത് കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോടികൾ വരും. ഇതും ഫാൻറ്റം, റോൾസ് റോയ്സ് ഫാൻറ്റം 1930 വരും. അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചറിനൊക്കെ നല്ല അത്യാവശ്യം വില ഉണ്ടാവും. വിലയുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളൊരു സന്തോഷമാണ്. ഇതൊന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ബസ്സിൻ്റെ തന്നെ ഒരു വലിയൊരു കലവറ പോലെയുണ്ട്. എല്ലാം 1:18 സ്കെയിലാണ്. ഇതൊക്കെ എയർ ഫ്രാൻസ് അവരുടെ ബസ്സാണ്, അവർ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ്. 1:43 സ്കെയിൽ ഇതെല്ലാം വരുന്നത്. ഇതിനൊക്കെ കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ സ്കെയിൽ മോഡലിനെല്ലാം ഉണ്ട്. അതായത് 1:18 ഉണ്ട്, 1:43, അങ്ങനെ പല ഇതുണ്ട്, പല അളവുണ്ട്. അതിൽ തന്നെ ഡൈകാസ്റ്റ് ഉണ്ട്, പിന്നെ റെസിൻ മോഡൽ. ഡൈകാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഡോറൊക്കെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാം. റെസിൻ മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവർ സപ്പോർട്ടാ, ഒന്നും പറയാറില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ബുഗാട്ടിയുടെ മോഡലാണ്. ഇതാകെ 200 പീസ് വേൾഡ് വൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര കോസ്റ്റ്ലിയുള്ള വാഹനമാണ്. കോസ്റ്റ്ലി 1936. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ചേട്ടൻ കുറച്ച് മിനിയേച്ചർ പോലത്തെ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത് ഇരിക്കുന്നെല്ലാം അത്തരം സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു കലാഹൃദയം തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിലുള്ള മിനിയേച്ചറുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഈ ഇറങ്ങിയിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരു വലിയൊരു മിനിയേച്ചറുകളുടെ കലവറ ഇവിടെ നമുക്ക് കാണാനാകും. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.